വലിയ പ്രളയത്തിനു ശേഷം കേരളം മറ്റൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. പൊള്ളുന്ന വേനൽ മനുഷ്യനെയും മണ്ണിനെയും പൊള്ളിക്കുന്ന കാഴ്ചകളിലേക്ക്. സൂര്യാഘാതവും സൂര്യതാപവും മൂലം വീണുപോകുന്ന മനുഷ്യരെ കുറിച്ചുള്ള വാർത്തകൾ അനുനിമിഷം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പകൽ താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തൊഴിൽ സമയം പുനഃക്രമീകരിക്കുകയുണ്ടായി. 1958 കേരള മിനിമം വേജസ് ചട്ടങ്ങളിലെ ചട്ടപ്രകാരമാണ് തൊഴിൽ സമയത്തിൽ മാറ്റം വരുത്തിയത്. ഇതനുസരിച്ച് ഫെബ്രുവരി 26 മുതൽ ഏപ്രിൽ 30 വരെ പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വിശ്രമമായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതിയുടെ ഓരോ മാറി വരുന്ന കാലാവസ്ഥയിലും സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഓടി മാറാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ശ്രീചേട്ടൻ ഭയങ്കര മഴയിലും ഭയങ്കര ചൂടിലും ചേട്ടാ ഒരിടത്തും പോവാതെ ഇവിടെ തന്നെയാണല്ലോ ചേട്ടാ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തിരിച്ച് വീട്ടിലോട്ട് ഈ സമരമൊക്കെ നിർത്തി തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്ന്? ഈ സമരമൊക്കെ നിർത്തി വീട്ടിലോട്ട് പോകണമെന്നേ ഉള്ളൂ. പക്ഷേ അതിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് സമരം അവസാനിപ്പിച്ച് വീട്ടിൽ എങ്ങനെയെങ്കിലും അമ്മയുണ്ട്, വീട്ടിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അറിയാലോ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം വഴിയോരങ്ങളിൽ ലഭ്യമാക്കാൻ കച്ചവട സ്ഥാപനങ്ങൾക്കും വീട്ടുകാർക്കും കഴിയണം. ദാഹിച്ചു വലഞ്ഞ ഒരാളും നമുക്കിടയിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുള്ള ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടത്. ക്ഷാമത്തിന്റെയും വൈദ്യുതി പ്രതിസന്ധിയുടെയും അത്യുഷ്ണത്തിന്റെ ഫലമായ രോഗങ്ങളുടെയും ഭീഷണി ഭീമാകാരം കൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കവയെ ചെറുത്തു തോൽപ്പിക്കാം. അസാധാരണമായ ഒരുമയോടുകൂടി പ്രളയത്തെ തോൽപ്പിച്ച നമുക്ക് ഈ കൊടും ചൂടിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഇത്തിരി തണലിൽ നിന്നും ക്യാമറാമാൻ വിശാവിനോടൊപ്പം നിജ ക്ലമിൻ, മലയാളി വാർത്ത.